കെ.സി. വേണുഗോപാൽ ഇവിടുത്തെ കേരളത്തിലെ ഇലക്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു കേരളത്തിലേക്ക് വരും, ഇവിടുത്തെ മുഖ്യമന്ത്രിയാകാൻ വി.ഡി. സതീശന് തൊട്ടു പിന്നാലെ തയ്യാറായിരിക്കുന്നത് കെ.സി. വേണുഗോപാലാണ്. വേണുഗോപാൽ അങ്ങനെ വരുമോ കേരളത്തിലേക്ക്? അല്ല, അതിൻ്റെ അന്തിമ തീരുമാനം എടുക്കേണ്ടത് വേണുഗോപാൽ തന്നെയാണ്. ഇപ്പോൾ വേണുഗോപാലിന് പ്രത്യേകിച്ച് കഷ്ടകാലമൊന്നുമില്ല, വളരെ സുഖമായ ജീവിതമാണ്. അതെ, 3 നേരവും ഭക്ഷണവും പിന്നെ നേരം പോക്കും, BK-ൻ്റെ ശൈലിയിൽ പറഞ്ഞാൽ നേരം പോക്കും തേച്ചുകൂടിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. ആകെ കൂടി മറ്റേ കെട്ടിലമ്മയുടെയും പിന്നെ 2 മക്കളുടെയും മരുമോൻ്റെയും ഒക്കെ കാര്യം നോക്കി വെച്ചാൽ മതി. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഡേർട്ടി ജോബ്സ് ചെയ്യാനായിട്ടുള്ള ആളാണല്ലോ വേണുഗോപാൽ. ഇപ്പോൾ അതെ. അവിടെ പോയി സിദ്ധരാമയ്യൻ്റെ അടുത്ത് ഇത്ര കോടി മേടിച്ചുകൊണ്ട് പോവാ, അല്ലെങ്കിൽ രേവന്ത് റെഡ്ഡിയുടെ നിന്ന് ഇത്ര കോടി മേടിച്ചുകൊണ്ട് പോവാ. ദെൻ അതല്ലെങ്കിൽ പിന്നെ വേറെ ഏതാ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയിട്ട് പൈസ മേടിച്ചോണ്ട് ഒക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കുക. അതിൻ്റെ ഒരു അത് അവിടെ എത്തുന്നതിന് മുമ്പ് അതിൽ നിന്നൊരു ഭാഗം അദ്ദേഹത്തിന് നീക്കാം. ഓരോ 500 കെട്ടിന്ന് ഓരോ അത് അപ്പോൾ അതാകുമ്പോൾ സുഖമാണ്. പിന്നെ അത് മാത്രമല്ല പ്രിയൻ, ഈ ഇപ്പോൾ ഈ പറഞ്ഞ കെട്ടിലമ്മേനെയും പിന്നെ 2 മക്കളെയൊക്കെ ആരൊക്കെ അവരാരെയൊക്കെയാണ് കാണേണ്ടത്, അവരെന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളിലാണ് തീരുമാനം എടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് വേണുഗോപാലാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഈ പറയുന്ന സതീശൻ ഉൾപ്പെടെ മുഖ്യമന്ത്രിയാവാൻ ഷർട്ട് തയ്പ്പിച്ചു വെച്ചിരിക്കുന്ന സതീശൻ, രമേശ് ചെന്നിത്തല, അല്ലെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷ്, ആര് പോയി കഴിഞ്ഞാലും, സുധാകരൻ ഉൾപ്പെടെയുള്ളവർ പോയി കഴിഞ്ഞാലും വേണുഗോപാലിനെ ബൈപ്പാസ് ചെയ്തിട്ട് ഇവർക്ക് ആർക്കും മറ്റേ 3 പേരെ അതാണല്ലോ യഥാർത്ഥ ഹൈക്കമാൻഡ്, അവരെ കാണാൻ കഴിയില്ല. പിന്നെ മറ്റേ മല്ലികാർജുൻ ഖാർഗേനെ എനിക്കറിയില്ല അവരാരെങ്കിലും കാണാൻ താല്പര്യപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഇപ്പോൾ സുധാകരൻ മല്ലികാർജുൻ ഖാർഗേനെ കണ്ടു എന്ന് പറയാനുള്ള കാരണം, മല്ലികാർജുൻ ഖാർഗേനെ ആര് കണ്ടാലും വേണുഗോപാലിന് കുഴപ്പമില്ല, അയാൾക്കറിയാം ഇയാൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു. അപ്പം യഥാർത്ഥത്തിൽ വേണുഗോപാൽ ഇന്ന് കോൺഗ്രസ്സിലെ ഡിഫാക്റ്റോ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് വേണുഗോപാലാണ്. ഇവരെ 3 പേരെ മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വേണുഗോപാൽ അറിയാതെ കോൺഗ്രസ്സിനകത്ത് ഒന്നും നടക്കില്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. പിന്നെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം, അദ്ദേഹമാണ് രാഹുൽ ഗാന്ധിയുടെ ട്യൂഷൻ മാസ്റ്റർ, പിന്നെ മറ്റേ നമ്പർ 10 ജനപഥത്തിലെ സർവാധികാരി, അങ്ങനെയൊക്കെ വിശേഷിപ്പിക്കാം, ദ്വാരപാലകൻ, പ്രിയങ്ക ഗാന്ധിയുടെ വീട്ടിലേക്കുള്ള ദ്വാരപാലകൻ എന്നൊക്കെ വിശേഷിപ്പിക്കാം. അപ്പോൾ ഈ പദവിയെല്ലാം കഴിഞ്ഞ് അതെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് ഈ കേരളത്തിലേക്ക് അയാൾ വരികയാണെങ്കിൽ ഇവിടെ അയാൾ വരാൻ പോകുന്നത് രാജവെമ്പാലകളും മൂർഖൻ പാമ്പും മണലികളും പിന്നെ എന്താ പറയണ വളവളപ്പൻ പാമ്പുകളും നിറഞ്ഞ വിഷജന്തുക്കളുടെ കൂടാരത്തിലേക്കാണ് അയാൾ വന്ന് കയറാൻ പോണത്. സാമാന്യബോധമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് അങ്ങനെ വരുമെന്ന് എനിക്ക് തോന്നണില്ല. ഇരിക്കുന്ന ഈ എന്താ പറയുന്ന പദവി അയക്ക് നന്നായിട്ട് അറിയാം എങ്ങനെയൊക്കെ എൻജോയ് ചെയ്യണമെന്നറിയാം. അയാളെ സുഖം ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് വേണുഗോപാൽ. സത്യം പറഞ്ഞാൽ വേണുഗോപാലിനോടൊക്കെ എനിക്ക് ഭയങ്കര അസൂയ തോന്നാറുണ്ട്. അയാൾക്ക് കിട്ടുന്ന സുഖലോലുപത നിറഞ്ഞ ജീവിതം വേറെ ആർക്കുണ്ട് ഇന്ത്യയിൽ? ഒരു ഇതുമില്ല. ഈ പറഞ്ഞ പോലെ ആൾക്കാരെ വരട്ടി കാശ് മേടിച്ചു കൊടുക്കുക എന്നുള്ളതാണല്ലോ മൂപ്പരുടെ പ്രധാന പരിപാടി. അപ്പോൾ അയാൾ കേരള മുഖ്യമന്ത്രിയായിട്ട് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഡൽഹിയിലെ പദവി നഷ്ടപ്പെടും. ഇപ്പോഴത്തെ പൊസിഷൻ അനുസരിച്ച് അയാൾ വീണ്ടും ഈ പദവിയിൽ ഇപ്പോൾ ഇരിക്കുന്ന AICC സംഘടനാ സെക്രട്ടറി എന്നുള്ള പദവിയിൽ തുടരുകയാണെങ്കിൽ 2029 രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്നതാണല്ലോ പറഞ്ഞേക്കണേ, കോൺഗ്രസ് അധികാരത്തിൽ വരും. അപ്പോഴും ഇയാൾക്ക് രാഹുൽ ഗാന്ധിനെ എന്താ പറയണ സേവിച്ചുകൊണ്ട് ഇയാൾക്കൊരു ഹനുമാൻ ആയിട്ടിങ്ങനെ ചുറ്റും നടക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇയാളായിരിക്കും നോക്കി നടത്തുന്നത്. അതാണോ അയാൾക്ക് വേണ്ടത്? അതോ കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഡൽഹിയും കേരളവും തമ്മിലുള്ള ദൂരമൊന്ന് ആലോചിച്ച് നോക്കി. വിമാനത്തിൽ പോകണേ തന്നെ 2.5-3 മണിക്കൂർ എടുക്കും. അത് മാത്രമല്ല, അയാൾ ഡൽഹിയിൽ നിന്ന് കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ പുതിയൊരാളവിടെ വരും. ഇയാളെ ഒഴിയാൻ നോക്കിയിരിക്കണം, അമ്മാവൻ ചത്തിട്ട് വേണം കട്ടിൽ കിട്ടാൻ നോക്കിയിരിക്കണ പലരും ഉണ്ട് അവിടെ ആ പൊസിഷനിൽ എത്താനായിട്ട്. ഡൽഹിക്കാരും അത്ര മോശമല്ല, നല്ല ബുദ്ധിമാന്മാരായിട്ടുള്ള ജാട്ടുകളും സിഖുകളും പിന്നെ ലാലാമാരും ഒക്കെ അവിടെ ഉണ്ട്. അവർ കയറി പറ്റും ആ പൊസിഷനിൽ. അപ്പോൾ അതില്ലാതിരിക്കണമെങ്കിൽ ഇവിടെ കേരള മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഖിലേന്ത്യാ തലത്തിൽ ഒരു വലിയ, നമ്മളെത്രയോ മുഖ്യമന്ത്രിമാരെ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരൊക്കെ വലിയ
എന്താ പറയുക, ലോകത്തിലെ ഏറ്റവും വലിയ ഇതുള്ള ആൾക്കാരായിരിക്കണം. ഇപ്പം ഉമ്മൻചാണ്ടി കേരള മുഖ്യമന്ത്രിയായിരുന്നു, അതിന് മുമ്പ് ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്നു, അതിന് മുമ്പ് കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നു. ഇവരുടെയൊക്കെ അവസാനം എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടതാണ്. ഒന്നും അല്ലാണ്ടായി. ഡൽഹിയിൽ തീരുമാനം എടുക്കുന്ന ആ സമയത്ത് അവിടെ ചുറ്റിക്കളിച്ച് നിന്നിരുന്ന ആൾക്കാരാണ്. ഇപ്പോൾ അധികം പേരെടുക്കാത്തൊരു മലയാളി ഉണ്ടായിരുന്നു, വാസുദേവ് പണിക്കർ എന്ന് പറഞ്ഞു, കേട്ടിട്ടുണ്ടോ? ആലപ്പുഴക്കാരല്ല, അദ്ദേഹം മരിച്ചുപോയി. രാജീവ് ഗാന്ധി പ്രതിപക്ഷത്തായിരുന്നു, ഇപ്പോൾ വാസുദേവ് പണിക്കരായിരുന്നു എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്ന AICC സെക്രട്ടറി. എനിക്ക് തോന്നുന്നു അതെ. അതിനുശേഷം അത് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ഈ വാസ് വെരി പവർഫുൾ. ഈ വാസുദേവ് പണിക്കരെ വളരെ പവർഫുള്ളായിരുന്നു. അവസാനം എന്തോ ഈ അസുഖം വന്ന് മരുന്ന് അഡ്മിനിസ്റ്റർ ചെയ്തതിൽ എന്തോ ഒന്ന് പാകപ്പിഴയിലാണ് അദ്ദേഹം മരിച്ചുപോയത്. അപ്പം അദ്ദേഹത്തിൻ്റെ മകളോട് ആലപ്പുഴയിൽ അതൊരു വലിയ ഇൻ്റർനാഷണലി ഫേമസ് ആയിട്ടുള്ളൊരു റിസോർട്ടൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ വാസുദേവ് പണിക്കർ ഒറീസയിൽ നിന്നാണ് അദ്ദേഹം രാജ്യസഭാ മെമ്പറായത്. രാജീവ് ഗാന്ധി പറയണ കേൾക്കണം, അന്ന് രാജീവ് ഗാന്ധി ഇദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിലേക്ക് രാജ്യസഭയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അന്നത്തെ ഒറീസ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, ആരാ അവിടെ ഒരു സീറ്റ് ഒഴിവ് വന്നിട്ടുണ്ടോ? വാസുദേവ് പണിക്കരെ മെമ്പർ അവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടേക്ക് അയക്കണം എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അത്രമാത്രം പദവിയും ആദരവും വാസുദേവ് പണിക്കർക്ക് കിട്ടിയിരുന്നു. അയാൾക്ക് കേരള രാഷ്ട്രീയത്തിലും വേണമെങ്കിൽ വരാമായിരുന്ന ആൾ വന്നില്ലല്ലോ. അതേപോലെ ഒരു മണ്ടത്തരം എന്താ പറയണേ, ഈ കേരള മുഖ്യമന്ത്രിയായിട്ട് വന്ന് വേണുഗോപാൽ കാണിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. ഇപ്പം സുഖവഴിയല്ലേ ഈ പറഞ്ഞ പോലെ. വേറൊരു കാര്യം അറിയോ പ്രിയന്? ഈ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഏറ്റവും വിശ്വസ്തനായ മനുഷ്യനാരായിരുന്നു? MO മത്തായി എന്ന് പറഞ്ഞ സ്റ്റെനോഗ്രാഫറായിരുന്നു. നെഹ്റുവിൻ്റെ എല്ലാ രഹസ്യങ്ങളും എല്ലാ കാര്യങ്ങളും എല്ലാ വൃത്തിയായിട്ട് ആവശ്യങ്ങളും നടത്തി കൊടുത്തിരുന്ന MO മത്തായിയാണ്. അതേപോലെ രാജീവ് ഗാന്ധി രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ, അതിനും ഇന്ദിരാഗാന്ധി രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ ഒരു RK ധവൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. പിന്നെ യശ്പാൽ എന്ന് പറഞ്ഞിട്ട് യശ്പാൽ കപൂർ എന്ന് പറഞ്ഞൊരു പഞ്ചാബി ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരുമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ കണ്ണും കാതും മൂക്കും ഒക്കെ ആയിരുന്നത്. അതിനുശേഷം രാജീവ് ഗാന്ധി വന്നു. രാജീവ് ഗാന്ധി വന്നപ്പോൾ രാജീവ് ഗാന്ധിയുടെ എല്ലാ കാര്യങ്ങളും നോക്കി എല്ലാ രഹസ്യങ്ങളും നടത്തിയിരുന്ന വിൻസെൻ്റ് ജോർജ് എന്ന് പറഞ്ഞ പത്തനംതിട്ടക്കാരൻ ഒരു അച്ചായനാണ്. കൂടാണ്ട് മാധവ് എന്നും പിള്ള എന്നും പറഞ്ഞ വേറെ 2 പേരുണ്ടെന്ന്. ഇപ്പോൾ അവരിപ്പോൾ എവിടെ പോയെന്ന് എനിക്കറിയാൻ പാടില്ല. വിൻസെൻ്റ് ജോർജ് ഇപ്പോഴും ഡൽഹിയിൽ ചുറ്റി കളിച്ചാൽ നടക്കണമെന്ന് പറയുന്നു. സോണിയാഗാന്ധിയുടെ PA ആയിരുന്നു ഇവർ രണ്ടുപേരും, മാധവനും പിന്നെ പിള്ളയും, കൂടാതെ സർവോപരി ഇയാളും വിൻസെൻ്റ് ജോർജും. അപ്പോൾ അവർക്കൊക്കെ അവർക്ക് ഈ വിൻസെൻ്റ് ജോർജിനെ പലവട്ടം രാജ്യസഭയിൽ കൊണ്ടുവരാനും അതുപോലെ അങ്ങനെ മന്ത്രി കസേരയിലേക്ക് ഇരുത്താനൊക്കെ അവർ നോക്കിയതാണ്. അപ്പോൾ അയാൾ പറഞ്ഞു അത്രേ, അയ്യോ എനിക്ക് വേണ്ട, എനിക്ക് ഈ കുടുംബത്തിനെ സേവിച്ചുകൊണ്ട് മതി, ജീവിതകാലം മുഴുവൻ ഞാൻ ഇവിടെ നിന്നോളാം എന്നും പറഞ്ഞിട്ട്. പണ്ട് MO മത്തായി പറഞ്ഞ കഥ അറിയില്ലേ? ഞങ്ങൾ ഒരിക്കൽ പറഞ്ഞില്ല, അറിയില്ല? അതേപോലെ നല്ല ഒരു ക്രിസ്ത്യൻ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളിയിലച്ചന്മാരെയൊക്കെ കണ്ടിട്ടില്ലേ, ബിഷപ്പന്മാരെയൊക്കെ നല്ല കമന്ന് കിടന്നാൽ കാൽപ്പണം, അതെങ്ങനെയാണെങ്കിലും അവർ നേടും അവർ. അപ്പോൾ ആ കഴിവ് അവർക്കുണ്ടായിരുന്നു. അപ്പം അതേപോലെ ഇയാൾ നിൽക്കുകയാണെങ്കിൽ ഇയാളെ രക്ഷപ്പെട്ടു. ഒരു അടുത്ത തലമുറയ്ക്ക് ആകുമ്പോഴത്തേക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ ബില്യണറായിട്ട് മാറാനായിട്ടുള്ള കഴിവ് KC വേണുഗോപാലിനുണ്ട്. മുഖ്യമന്ത്രിയായിട്ട് വന്ന അയാൾക്ക് ഒരു ഭാഗ്യം നേടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഇപ്പം KC ഇപ്പോൾ വന്നില്ല, കേരളത്തിലേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ KC ഉറപ്പായിട്ടും KCക്ക് പറ്റുന്ന ഒരാൾ, KCക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരാൾ, KCയുടെ ഒരു ബിനാമി അയാളെ ഇവിടേക്ക് പ്രതിഷ്ഠിക്കുകയുള്ളൂ. അതെ അതെ അതെ. അതാരായിരിക്കും? ആര് വേണമല്ലോ. ഇവരൊക്കെ KCയുടെ ബിനാമിയായിട്ട് മാറൂല. ആ സമയത്ത് കോൺഗ്രസ്സുകാരല്ലേ ഒന്നുമില്ലെങ്കിൽ. ഇപ്പൊ ഈ പറയുന്ന സതീശൻ നമ്മളെയൊക്കെ പേടിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കും, ഞാൻ എല്ലാത്തിനെയും മൂക്കി കെറ്റിക്കള എന്നൊക്കെ പറഞ്ഞു. അവിടെ ചെല്ലുമ്പോൾ അയാൾക്ക് രാഹുൽ ഗാന്ധിനെ കാണണമെങ്കിലും സോണിയാഗാന്ധിനെ കാണണമെങ്കിലും KC വേണുഗോപാലിൻ്റെ അനുമതി വേണം. ഇയാൾ എപ്പോഴെങ്കിലും KC വേണുഗോപാലിനെ ബൈപ്പാസ് ചെയ്തു എന്ന് വേണുഗോപാലിന് തോന്നിക്കഴിഞ്ഞാൽ അന്ന് തീർന്നു സതീശൻ്റെ മുഖ്യമന്ത്രി പദവും എല്ലാം. പിന്നെ വേറൊന്നുണ്ട്, ഇവർ മുഖ്യമന്ത്രി പദത്തിനെ കുറിച്ച് ഇവരിപ്പോൾ ഈ ചർച്ച നടത്തുമ്പോൾ ഇത്ര വിവാദം ഉണ്ടാവേണ്ട കാര്യമില്ല. സതീശൻ്റെ കണക്കനുസരിച്ചായിട്ടാണ് 115 സീറ്റ് കിട്ടും UDFന് ഇലക്ഷനിൽ. പെട്ടി തുറന്ന് എണ്ണേണ്ട ആവശ്യമുള്ളൂ, അല്ലെ മറ്റേ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഓൺ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഇവർക്ക് എന്താ ഇത്ര ഭയം? എന്താണ് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന് പറയണതിൽ ഇത്ര ഭയം എന്താ? വേണുഗോപാലിന് മുഖ്യമന്ത്രി പദത്തിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് വരാവുന്നതേ ഉള്ളൂ. അയാൾക്ക്
അപ്പോൾ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം സുധാകരൻ ഇങ്ങനെ നടന്ന് പറയേണ്ട എല്ലായിടത്തും ഏറ്റവും നല്ല മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് വേണുഗോപാലാണെന്ന്. അത് വേണുഗോപാലിനെ കുഴി ചാടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പറച്ചിലാണെന്നാണ് തോന്നുന്നത്. സുധാകരനല്ലേ പറഞ്ഞത്. സുധാകരന് നല്ല വൈരാഗ്യമുണ്ട് അയാളെ ഇലക്ഷൻ നിർത്താത്തതിൽ. അയാൾ അയാൾ നല്ല ചാൻസ് നോക്കി നിൽക്കുക വേണുഗോപാലിനെ പിടിച്ച് കുഴിയിലാക്കാനായിട്ട്. അപ്പോൾ അതിലൊന്നും വീഴാതെ നിന്നാൽ വേണുഗോപാലിന് കൊള്ളാം. ഡൽഹിയിൽ നിൽക്കണമായിരിക്കും അദ്ദേഹത്തിന് ഏറ്റവും നല്ല ഉചിതമായ ഒരു തീരുമാനം. കാരണം ഇന്ത്യ സ്വന്തമാണ് എന്ന് വിശ്വസിക്കുന്ന 3 പേരുണ്ട്. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി. അവരുടെ തൊട്ടടുത്ത ആളാണ് ഈ KC വേണുഗോപാൽ. ആ പൊസിഷനിൽ നിൽക്കുകയാണെങ്കിൽ കേരളത്തിലേക്ക് വന്നാൽ അന്ന് തീർന്ന അയാളുടെ കച്ചവടം.